അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എടി, എന്റെ മകനല്ല പറഞ്ഞത്, എന്റെ തള്ള പിഴച്ചവളെന്ന്. എന്റെ മകനല്ല പറഞ്ഞത്. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കണ്ടവർക്ക് അപ്പം കാണിച്ചു കൊടുത്ത് കിട്ടുന്ന കാശ് എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ ഞാൻ എന്റെ അമ്മയെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞത് എന്റെ മകനല്ല. എന്റെ കുട്ടിക്ക് ആ ഗതികേടില്ല. നാണം ഉണ്ടോ കഴുതയ്ക്ക് പറഞ്ഞവളെ? എടി മാനം കെട്ടവളെ, നിനക്ക് മാനം കെട്ടവളെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു ഇതുമില്ല. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. എടാ തക്കാളി മോറ, എടാ നാറി മോനെ, നീ നീ ആരടാ എനിക്ക് ശിക്ഷ തരാൻ? എടാ നിന്റെ അമ്മച്ചിക്ക് കൊണ്ടു കൊടുറാ ശിക്ഷ. നിന്റെ തള്ളയില്ലേ, അവക്ക് കൊണ്ടു കൊടു ശിക്ഷ. നിന്നെ പോലൊരു അലവലാതി ഉണ്ടാക്കി വിട്ടേന്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഈ പിക്ചറിൽ ഇല്ലാത്ത എന്നെ അതിനകത്ത് വലിച്ചിടുന്നല്ലോ നാറിയുടെ മോനെ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അവ അവിടെ ഇരുന്നുണ്ട് അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് ഇവളാര് ജഡ്ജിയാ? എന്ത് ശിക്ഷ കൊടുക്കണമെന്ന്? എവിടെയാടാ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ? ഞാൻ എവിടെയെങ്കിലും വിരിച്ചു കാണിച്ചാ? നീ ഇതിന്റെ താഴോട്ട് എന്നെ കാണുന്നുണ്ടാ? പിന്നെ എന്തിനാടാ നീ എന്നെ അതിനകത്ത് വലിച്ചിടുന്ന നാറിയുടെ മോനെ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അടുത്ത നീ ഇനി വിളിക്ക് നിന്റെ മറ്റേ ഇന്റർവ്യൂവിന്. അപ്പൊ തരാൻ ഞാൻ നിനക്ക് ബാക്കി. കുണ്ണിനെ പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ പറയുമ്പോഴാണ് ഞാൻ ചൂടാകുന്നത്. എന്തിനാ എന്റെ കുട്ടികളെ വലിച്ചിടുന്നേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നീ ഈ ക്രിസ്ത്യൻ സമൂഹത്തെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത്? നീ എന്താ സുവിശേഷം നടത്തും? ഇതാണ് എന്റെ സുവിശേഷം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഒരു അമ്മയും മകനെയും തമ്മിൽ പറയുന്നതാണോ ഇതിന്റെ സുവിശേഷം? നീ പരാതി പറയാൻ എന്ത് നിലയ്ക്കാണ് അർഹതയുള്ളവള്? നീ ഒന്ന് പറഞ്ഞാണ്. അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ മകനെ വെച്ചിട്ട് അവരെ ചേർത്ത് പറയുമ്പോൾ നിനക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് സൂപ്പറാണോ? ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അതെന്താ അവള് ചേർത്ത് പറഞ്ഞില്ലെന്ന് പറയില്ലേ? അവള് പറയുന്നത് കേട്ടില്ലേ? മകനാണോ എന്തോ, ആരാണോ എന്തോ, പിന്നെ ആരുടെ എന്റെ കൂടെ ഇരിക്കുന്ന അലവലാതിക്കുണ്ടായവളെ. ഇതാണോടാ സംസ്കാരം? എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? പക്ഷെ നാറിയുടെ മോളെ, നിന്റെ എന്ത് കുരുവാണെന്ന് പറഞ്ഞാലും നേർക്ക് നേരെ കണ്ട നിന്നെ അടിച്ച് ഞാൻ പൊട്ടിക്കും. മനസ്സിലാക്കിക്കൊന്നു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. നിന്നെ അടിച്ച് ഞാൻ പൊട്ടിക്കും കഴിമോളെ. അത് നിനക്ക് ആളെ അറിയാത്തത് കൊണ്ടാണ്. കുറെ കാലമായി നീ എന്നെ പിന്തുടർന്ന് ആക്രമിക്കുന്നത്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നീ പിഴച്ചതിനും നീ പിഴച്ചിട്ട് അബോർഷൻ ചെയ്തതിനും തെളിവ് ഞാൻ കൊണ്ടുവച്ചു. നീ അത് ഏൽക്കുകയല്ലേ ചെയ്തത്? എന്താ ഉറക്കം വരുന്നു? അല്ലാതെ ഞോ പറഞ്ഞില്ലല്ലോ, തെളിവില്ലേ? ഉണ്ടായിട്ടല്ലേ നീ പറഞ്ഞ അത് ഞാൻ അബോർഷൻ ചെയ്തു, പെണ്ണുങ്ങളാണെങ്കിൽ അബോർഷൻ ചെയ്യും എന്ന് നീയല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.